എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസ് 3 വിക്കറ്റിന് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്സരശേഷം സഞ്ജു സാംസൺ രാജസ്ഥാൻ്റെ വിജയശില്പിയായിട്ടുള്ള ഷിമറോൺ ഹെറ്റ്മെയറെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. നമുക്കറിയാം, രാജസ്ഥാൻ്റെ ഒരു വിജയശില്പി തന്നെയായിരുന്നു ഹെറ്റ്മെയർ കഴിഞ്ഞ മത്സരത്തിൽ. കാരണം 147 റൺസ് എന്ന ചെറിയ സ്കോറിലേക്ക് ബാറ്റ് വീശിയ രാജസ്ഥാൻ്റെ തുടക്കത്തിൽ ജയ്സ്വാളും പുതിയ യുവതാരമായിട്ട് തനുഷ് കൊടിയാനും ചേർന്ന ഓപ്പണിംഗ് വിക്കറ്റിൽ 56 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മധ്യ ഓവറുകളിലേക്ക് വന്നപ്പോൾ പഞ്ചാബിൻ്റെ ബോളർമാർ പിടിമുറുക്കിയതോടുകൂടി തുടരെ വിക്കറ്റുകൾ വീണതും അവസാന ഓവറുകളിലേക്ക് വന്നപ്പോൾ ബാറ്റർമാർ റൺസ് നേടാൻ വിഷമിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഷിമറോൺ ഹെറ്റ്മെയറുടെ 10 പന്തിൽ 27 വെടിക്കെട്ട് ഇന്നിങ്സ് രാജസ്ഥാനെ സീസണിലെ 5ാം വിജയത്തിലേക്ക് നയിച്ചത്. അപ്പോൾ മത്സരശേഷം ക്യാപ്റ്റൻ സഞ്ജു സാംസൺ രാജസ്ഥാൻ്റെ വിജയശില്പിയായിട്ടുള്ള ഷിമറോൺ ഹെറ്റ്മെയറെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: വർഷങ്ങളായി അവനത് ചെയ്യുന്നുണ്ട്. രാജസ്ഥാനെ സംബന്ധിച്ച് ഒരു വിശ്വസ്തനായ ബാറ്റർ തന്നെയാണ് ഷിമറോൺ ഹെറ്റ്മെയർ. ഇങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയൊക്കെ പോകുമ്പോൾ ബിഗ് ഹിറ്ററായിട്ടുള്ള ഹെറ്റ്മെയറുടെ പ്രകടനം പല സീസണുകളിലും രാജസ്ഥാൻ്റെ നിരയിൽ ഹെറ്റ്മെയർ വളരെ ഭംഗിയായി തന്നെ അത് ചെയ്യുന്നുമുണ്ട്. അതിനാൽ തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ അത്രയ്ക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തെ വിശ്വസിക്കുന്നുണ്ട് എന്നായിരുന്നു ഷിമറോൺ ഹെറ്റ്മെയറുടെ ആ ഒരു മാന്ത്രിക പ്രകടനത്തെക്കുറിച്ച് രാജസ്ഥാൻ റോയൽസിൻ്റെ സ്കിപ്പറായിട്ടുള്ള മലയാളി താരം സഞ്ജു സാംസൺ മത്സരശേഷം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ബൗളർമാർക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഒരു സാധ്യതയുള്ള പിച്ച് തന്നെയായിരുന്നു മുള്ളാൻപൂരിലേത്. അനായാസ വിജയത്തിലേക്ക് പോകുമെന്ന് തോന്നിച്ച രാജസ്ഥാൻ പക്ഷേ തുടക്കത്തിൽ നല്ല രീതിയിൽ ബാറ്റ് വീശിയെങ്കിൽ പോലും മധ്യ ഓർഡറിലേക്ക് വന്നപ്പോൾ അല്പം പ്രയാസമായിരുന്നു ആറിൻ്റെ ബാറ്റർമാർക്ക് റൺസ് നേടാൻ. ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഷിമറോൺ ഹെറ്റ്മെയറുടെ ഒരു 10 പന്തിൽ 27 വെടിക്കെട്ട് ഇന്നിങ്സ് നമ്മൾ കണ്ടത്. ഒരു 4 3 സിക്സും ഉൾപ്പെടെ 270 മുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രൈക്ക് റേറ്റ്. അവസാന ഓവറിൽ ജയിക്കാൻ 15 റൺസ് വേണ്ടിയിരിക്കെ ആദ്യ 2 പന്തിലും അർഷ്ദീപ് സിംഗ് എറിഞ്ഞ ആദ്യ 2 പന്തിലും ഹെറ്റ്മെയർക്ക് റണ്ണൊന്നും നേടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 3ാം പന്തിൽ 6 4ാം പന്തിൽ ഡബിളിനും 5ാം പന്തിൽ 6 പറത്തിയായിരുന്നു അദ്ദേഹം രാജസ്ഥാനെ ആ ഒരു സീസൺ 5ാം വിജയത്തിലേക്ക് നയിച്ചത്. അത്തരത്തിൽ ഒരു പന്ത് ശേഷിക്കെ 3 വിക്കറ്റിനായിരുന്നു രാജസ്ഥാൻ റോയൽസ് സീസണിലെ 5ാം വിജയം പഞ്ചാബിനെതിരെ എവേ പോരാട്ടത്തിൽ നേടിയെടുത്തതും ഒപ്പം സീസണിൽ തങ്ങളുടെ ആധിപത്യം ജൈത്രയാത്ര ആധികാരികം ആക്കിയതും. ഗുജറാത്തിനെതിരെ കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു പരാജയത്തിന് ശേഷം വീണ്ടും വിജയവഴിയിലേക്ക് അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.